പ്രിയ സുഹൃത്തുക്കളെ, സിഗ്നൽ പ്രോസസിംഗ് യൂസിംഗ് സൈലാബ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ സൈലാബ് ഉപയോഗിച്ച് പലതരത്തിലുള്ള സിഗ്നലുകൾ ഉണ്ടാക്കുന്നതും സിഗ്നലുകൾ വിശകലനം ചെയ്യുന്നതിനുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന് കാണിക്കാം. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉബുണ്ടു 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സൈലാബ് 5.3.3 വെർഷനും ഉപയോഗിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ പരിശീലിക്കുന്നതിനു മുൻപ് ഒരു വിദ്യാർത്ഥിക്ക് സൈലാബിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം. സൈലാബിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയുവാൻ സൈലാബിലെ സ്പോക്കൺ ട്യൂട്ടോറിയലിലെ ബേസിക് ലെവൽ സീരീസ് റെഫർ ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ 3 അടിസ്ഥാന സിഗ്നലുകളെക്കുറിച്ച് വിശദീകരിക്കും. കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ് സൈൻ വേവ് എന്നിവ പ്ലോട്ട് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നത്, റാമ്പ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നത്. പ്ലോട്ടിംഗ് കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് സൈൻ വേവ് എന്നതിൽ നിന്നും തുടങ്ങാം. സൈലാബ് കൺസോൾ വിൻഡോയിലേക്ക് പോകാം. ഇവിടെ ടൈപ്പ് ചെയ്യുക t = 0:0.1:2 മൾട്ടിപ്ലൈഡ് ബൈ %pi സെമിക്കോളൻ. പിന്നെ x = sin of t സെമിക്കോളൻ, then plot 2d into bracket t, x. ഒപ്പം നിങ്ങളുടെ കീബോർഡിലെ Enter കീ അമർത്തുക. ഇതൊരു കണ്ടിന്യൂസ് സൈൻ വേവ് ആണ്. ഡിസ്ക്രീറ്റ് സൈൻ വേവിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കൺസോൾ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക plot 2d3 within bracket inverts, gnn, t, x and Enter. ഇതാണ് ഡിസ്ക്രീറ്റ് സൈൻ വേവ്. പ്ലോട്ടിംഗ്, സ്റ്റെപ്പ് ഫംഗ്ഷൻ, പ്ലോട്ടിംഗ്, റാമ്പ് ഫംഗ്ഷൻ എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. ഫയലിൽ signals.sce എന്ന പേരിൽ സ്റ്റെപ്പ് റാമ്പ് സിഗ്നലുകൾ ജനറേറ്റ് ചെയ്യുവാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ കോഡ് എഴുതിയിരിക്കുന്നു. സൈലാബ് എഡിറ്റർ ഉപയോഗിച്ച് signal.sce എന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. മെനു ബാറിൽ എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ പ്ലോട്ടിൽ സ്റ്റെപ്പ്, റാമ്പ് എന്നീ സിഗ്നലുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സിഗ്നലുകൾ വിശകലനം ചെയ്യുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന് പഠിക്കാം. 2 സിഗ്നലുകൾക്കിടയിൽ കൺവല്യൂഷൻ എങ്ങനെ നിർവഹിക്കാമെന്ന് നോക്കാം. സൈലാബ് കൺസോൾ വിൻഡോയിലേക്ക് മാറാം. ടൈപ്പ് ചെയ്യുക x = within square bracket 1, 2, 3, 4. അതിനുശേഷം ടൈപ്പ് ചെയ്യുക h = within square bracket 1, 1, 1. കൺവല്യൂഷൻ ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ടൈപ്പ് ചെയ്യുക convol ഓപ്പണിംഗ് ബ്രാക്കറ്റ് x, h ക്ലോസിംഗ് ബ്രാക്കറ്റ്. നിങ്ങളുടെ കീബോർഡിലെ Enter കീ അമർത്തുക. ഒരു ഔട്ട്പുട്ട് ഇവിടെ കാണാം. ഒരു ഡിസ്ക്രീറ്റ് സീക്വൻസിനായി ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം DFT എന്ന ഇൻബിൽറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത് നമുക്ക് പഠിക്കാം. ഇവിടെ കൺസോൾ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക x = within square bracket 1, 2, 3, 4. അതിനുശേഷം ടൈപ്പ് ചെയ്യുക within square bracket xf = DFT into bracket x, -1. ഇവിടെ x ഇൻപുട്ട് വെക്ടറും -1 DFT ക്ക് വേണ്ടിയുള്ള ഫ്ലാഗ് വാല്യൂ എന്നതുമാണ്. നമുക്ക് Enter അമർത്താം. ഔട്ട്പുട്ട് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്നതിനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. മുൻപ് പറഞ്ഞ അതേ ഇൻബിൽറ്റ് കമാൻഡ് DFT ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സൈലാബ് കൺസോൾ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക സ്ക്വയർ ബ്രാക്കറ്റ് x = DFT within bracket xf, 1. ഇവിടെ IDFT യുടെ ഫ്ലാഗ് വാല്യൂ എന്നത് 1 ആണ്. ഇതാണ് ഔട്ട്പുട്ട്. FFT ഉപയോഗിച്ച് നമുക്ക് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കണക്കാക്കാം. കൺസോൾ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക x = square 1, 2, 3, 4. x = square bracket 1, 2, 3, 4. Enter അമർത്തുക. ടൈപ്പ് ചെയ്യുക y = FFT within bracket x, -1. Enter അമർത്തുക.
നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇപ്രകാരം കാണാൻ സാധിക്കും. FFT ഉപയോഗിച്ച് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഇപ്പോൾ കണക്കുകൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Scilab കൺസോൾ വിൻഡോവിൽ ടൈപ്പ് ചെയ്യുക y equals to within square bracket 10, minus 2 plus 2 into percentage I, minus 2, minus 2 minus 2 into percentage I. പിന്നെ Enter അമർത്തുക. ടൈപ്പ് ചെയ്യുക x equals to FFT within bracket y, 1. Enter അമർത്തുക. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ലഭിക്കും. ഇപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സുകൾ തമ്മിലുള്ള കോറിലേഷൻ കണ്ടെത്താം. Scilab കൺസോൾ വിൻഡോവിൽ ഇത് ചെയ്യുന്നതിന് ടൈപ്പ് ചെയ്യുക x1 equals to within square bracket 1, 2, 3, 4. അതിനുശേഷം Enter അമർത്തുക. ടൈപ്പ് ചെയ്യുക x2 equals to within square bracket 1, 3, 1, 5. Enter അമർത്തുക. ടൈപ്പ് ചെയ്യുക rx1 x2 equals to core within bracket x1, x2, 4. Enter അമർത്തുക. ഔട്ട്പുട്ട് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. തന്നിരിക്കുന്ന സിഗ്നൽ എങ്ങനെ സാമ്പിൾ ആക്കാമെന്ന് നമുക്ക് പഠിക്കാം. sampling.sce തുറക്കുക. sampling.sce എന്നതിൽ ഇതിനകം തന്നെ കോഡ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എക്സിക്യൂട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പ്ലോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. നമുക്ക് ചുരുക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് സൈൻ, സ്റ്റെപ്പ്, റാമ്പ് സിഗ്നൽ എന്നിവ എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നതാണ്. ലീനിയർ കൺവല്യൂഷൻ എങ്ങനെ പെർഫോം ചെയ്യാമെന്നതും കൺവോൾ, DFT എന്നതും IDFT എന്നതും എങ്ങനെ പെർഫോം ചെയ്യാം. FFT പെർഫോം ചെയ്യുവാൻ FFT ഫംഗ്ഷൻ, റിലേഷൻ കണ്ടുപിടിക്കുവാൻ CORR, കോറിലേഷൻ, സാംപ്ലിംഗ് ചെയ്യുവാനായി. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.